ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മുട്ട ബജി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അതിൽ എല്ലാ വീഡിയോസും മുടങ്ങാതെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിവിടെ കുറച്ച് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മാവ് എന്ന് പറയുന്നത് അരിപ്പൊടി, ചെറിയൊരു കപ്പ് അരിപ്പൊടി. അതേ സെയിം അളവിൽ തന്നെ ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിലുള്ള എടുക്കുക. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അപ്പക്കാരം അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഏലക്ക ചതച്ചതോ അല്ലെങ്കിൽ ചെറിയ പൊടിയാക്കിയതും മതി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കാം. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഗോൾഡൻ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് മൊരിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ശേഷം നമുക്ക് കോരി മാറ്റാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു.